എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തിരുവാതിര മാഹാത്മ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ച് ഇത് എന്തുകൊണ്ട് ഇപ്പോൾ പറയണമെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് ഏകദേശം ഞാൻ ഒരു 17-18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളൊക്കെയാണ് തിരുവാതിര മുമ്പൊക്കെ വ്രതം എടുക്കുന്നത്. ഇന്നത്തെ കാലത്ത് ആരും തന്നെ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പലരും എൻ്റെ പരിചയത്തിലൊക്കെ തന്നെ കുട്ടികൾക്കൊന്നും തിരുവാതിരയൊന്നും എടുക്കുന്നതിനെ പറ്റിയൊന്നും അറിയില്ല. അതുപോലെ തന്നെ ആരും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടുമില്ല. അവർക്ക് അതിൻ്റെതായ മാഹാത്മ്യമൊക്കെ അകന്നു പോയി. അതുകൊണ്ടാണ് ഞാനിതൊന്ന് പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ തിരുവാതിര എടുക്കുന്നത് കൊണ്ടുള്ള ഗുണം, തിരുവാതിര എന്ന് പറയുന്നത് തന്നെ ശ്രീ പരമേശ്വരൻ്റെ പിറന്നാളാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീ പരമേശ്വരനും പാർവതി ദേവിയെ ലഭിച്ച ദിവസം. പാർവതി ദേവി വളരെയധികം തപസ് ചെയ്തിട്ടാണ് ശ്രീ പരമേശ്വരനെ വിവാഹം കഴിച്ചത്. അപ്പോൾ ആദ്യം സതീദേവിയായിട്ട് ശ്രീ പരമേശ്വരൻ വിവാഹം കഴിച്ചിട്ട് ആ സതീദേവി തൻ്റെ അച്ഛൻ്റെ ദക്ഷൻ്റെ ഒരു അഹങ്കാര നിമിത്തം അവർ തമ്മിലൊരു വിഷമമൊക്കെ വന്നതുകൊണ്ട് ആ സതീദേവി തൻ്റെ ദേഹത്യാഗം അച്ഛൻ തന്ന ശരീരം എനിക്ക് വേണ്ട, അച്ഛൻ എന്നെ അപമാനിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ആ ശരീരം ഉപേക്ഷിക്കുകയാണ്. യാഗാഗ്നിയിട്ട് അത് ദഹിപ്പിച്ച് കളയുന്നത്. അപ്പം ആ ശിവൻ അതുകൊണ്ട് തന്നെ എന്തായി, തൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടപ്പോൾ ഇനി തപസ്സിന് പോയി. പിന്നെ ഭാര്യ വേണ്ട എന്നുള്ള രീതിയിൽ സന്യാസിയായി തപസ്സിന് പോയി. അപ്പോൾ ഈ സതീദേവി പിന്നെ ഹിമവാന്റെ പുത്രിയായിട്ട് പുനർജനിച്ചിട്ട് അവർ തമ്മിൽ ചേരണം എന്നുള്ളതാണ് നിയമം. അപ്പം അങ്ങനെ ശിവനെ പ്രാർത്ഥിക്കണം. ശിവനാണെങ്കിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം സതീദേവി പ്രാർത്ഥിച്ച് വ്രതങ്ങൾ അനുഷ്ഠിച്ചു. അങ്ങനെ തിരുവാതിര വ്രതം അനുഷ്ഠിച്ചിട്ടാണ് സതീദേവിക്ക് ഭഗവാനെ അതായത് വീണ്ടും ശിവനും പാർവതിയും തമ്മിലുള്ള വിവാഹം നടന്നതെന്ന് പറയുന്നത്. അത് പിന്നെ അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എന്താണെന്ന് വെച്ചാൽ, ഈ പൗർണമി ദിവസമാണ്, ധനുമാസത്തിലെ പൗർണമി ദിവസമാണ് ഈ തിരുവാതിര വരുന്നത്. അപ്പം അന്തരീക്ഷത്തിൽ നമ്മൾ പറഞ്ഞ മാതിരി ഒരു പോസിറ്റീവ് എനർജി, എങ്ങനെയുള്ള പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ സന്താന ഉൽപാദനത്തിന് പറ്റിയ ഒരു നല്ല പോസിറ്റീവ് എനർജി ഉള്ള ഒരു കാലം കൂടിയാണത്. അതുകൊണ്ടാണ് ആ ദിവസം ഈ ദമ്പതിമാർക്കൊക്കെ ഈ തിരുവാതിര വ്രതം അനുഷ്ഠിച്ച് അവരങ്ങനെ സന്തോഷമായിരിക്കണം, എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്നുകൂടി പറയുന്നത്. അപ്പം അതിനൊരു വ്രതമായിട്ടല്ല, ഇതൊരു ആഘോഷമായി തന്നെയാണ് ആചരിക്കുന്നത്. അപ്പോൾ ശ്രീ പാർവതി ദേവിക്ക് പരമശിവനെ തിരിച്ചു കിട്ടിയ ദിവസമാണ്. പിന്നെ വേറൊരു ഐതിഹ്യം കൂടിയുണ്ട്. ശ്രീ പാർവതി ദേവി ശ്രീ പരമേശ്വരനെ തപസ് ചെയ്തപ്പോൾ ഒരു കാമദേവൻ, അതായത് ആ കാമം തോന്നുന്നില്ല ശ്രീ പാർവതി ദേവിയോട്. ഇദ്ദേഹം സന്യാസത്തിലാണ് താല്പര്യത്തിൽ അങ്ങനെ നിൽക്കുന്നത്, ആ ഭാര്യ മരിച്ചത്. അപ്പോൾ കാമദേവൻ തൻ്റെ അമ്പ ചെയ്തത് കൊണ്ടാണ് ശ്രീ പരമേശ്വരന് ശ്രീ പാർവതിയിൽ ഒരു പ്രണയം വരികയും അങ്ങനെ അവർ വിവാഹിതരാവുകയും ചെയ്തത്. അപ്പോൾ കാമദേവനെ തൻ്റെ കോപാഗ്നിക്ക് ഇരയാക്കിക്കൊണ്ട് ഭസ്മമാക്കി ശിവൻ എന്ന് പറയും. അങ്ങനെ ആ കാമദേവൻ ഭൂമിയിൽ നിന്ന് പോയാൽ പിന്നെന്താവും, ഇവിടെ കാമമില്ലാതായ പിന്നെ സന്താനങ്ങളില്ലാതാവുക, അങ്ങനെയൊക്കെ പലതും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഭഗവാൻ തന്നെ വിചാരിച്ചു ഇത് കാമദേവനെ പുനർജനിപ്പിക്കണം. അങ്ങനെ കാമദേവൻ്റെ ഭാര്യയായ രതിദേവി തപസ് ചെയ്തു, തിരുവാതിര വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തപസ് ചെയ്തെന്നും അങ്ങനെ ഈ രതിദേവിക്ക് കാമദേവനെ പുനർജനിച്ച് വീണ്ടും കിട്ടിയ ദിവസമായിട്ടും ഒക്കെ ഐതിഹ്യങ്ങളിൽ ഇത് പറയുന്നുണ്ട്. തിരുവാതിര വ്രതത്തിൽ മകീരം മക്കൾക്ക് എന്ന് പറയും. മകീരവും നമ്മൾ എന്തിനാണ് മകീരം നോൽമ്പ് എടുക്കുന്നത്? നല്ല മക്കൾ ഉണ്ടാവാനും അതുപോലെ മക്കളുള്ളവർക്ക് മക്കളൊക്കെ നന്നായി വരാനും അവർക്ക് നല്ലത് വരാനും വേണ്ടിയിട്ടാണ് മകീരം എടുക്കുന്നത്. പിന്നെ തിരുവാതിര എടുക്കുന്നത് നല്ല മക്കൾ, കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നല്ല മക്കൾ ഉണ്ടാവാൻ വേണ്ടിയാണ് തിരുവാതിര ദിവസം നല്ലതുപോലെ വ്രതമൊക്കെ അനുഷ്ഠിച്ച്. അങ്ങനെ വ്രതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അരി ആഹാരം കഴിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. കിഴങ്ങ് വർഗ്ഗങ്ങൾ, പഴങ്ങൾ, പിന്നെ ചാമാരി, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇഷ്ടംപോലെ പഴങ്ങളൊക്കെ ഇഷ്ടംപോലെ കഴിക്കുന്ന ഒരു ദിവസം കൂടിയാണ് തിരുവാതിര. പിന്നെ നൃത്തവും വാദ്യവും ഒക്കെ ആയിട്ട് തിരുവാതിരക്കളി, പണ്ടൊക്കെ എല്ലാവരും നൃത്തവും ഒക്കെ ആയിട്ട് അതിരാവിലെ തന്നെ പോയിട്ട് നൃത്തവും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ സന്തോഷമായി പോയി കുളിച്ച് 4-5 മണിക്കൊക്കെ നേരത്തെ കുളിച്ച് പിന്നെ വന്ന് ഭഗവാനെ ദർശിച്ച്
അങ്ങനെ സന്തോഷമായിട്ട് പാട്ടും കളിയും ഒക്കെ ആയിട്ട് ഭർത്താവും ഒത്തൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു ദിവസമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ ഓഫീസിലെ ടെൻഷനോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഭാര്യയും ഭർത്താവും കൂടി സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു ദിവസം. അങ്ങനെ ആകുമ്പോഴാണ് അവർക്ക് നല്ല കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളൊരു ഐതിഹ്യം കൂടി. അപ്പൊ ശാസ്ത്രീയമായ അടിസ്ഥാനവും അത് തന്നെയാണ്. അപ്പോൾ നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവാനും ഒക്കെ വേണ്ടിയാണ് ആ സമയത്ത് വ്രതം എടുക്കുന്നത്. അപ്പോൾ അന്നത്തെ ഒരു ദിവസം കുട്ടികളെല്ലാവരും അവരുടെ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലോ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു ദിവസം വലിയവർ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. കുട്ടികൾ ഇത് കേൾക്കുകയാണെങ്കിൽ അത് അവർ ചെയ്യുക. ഒരു ദിവസം ഭഗവാനെ ധ്യാനിക്കുക. അപ്പൊ ആ ഒരു പോസിറ്റീവ് എനർജി അന്തരീക്ഷത്തിലുള്ളത് അവർക്ക് കിട്ടട്ടെ. അങ്ങനെ അവർക്ക് നല്ല ഒരു ഭർത്താവിനെ കിട്ടാൻ, അതായത് കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടികൾ നല്ല ഭർത്താവിനെ കിട്ടാൻ, ശ്രീപാർവതിക്ക് ശിവനെ കിട്ടിയതുപോലെ ആ നല്ലൊരു ഭർത്താവിനെ കിട്ടാനും നല്ല മക്കൾ ഉണ്ടാവാനും ഒക്കെ വേണ്ടി ആ അനുഗ്രഹം കിട്ടാൻ, അതായത് ഭഗവാന്റെ ഒരു അനുഗ്രഹം, ഒരു പോസിറ്റീവ് എനർജി ആ സമയത്ത് ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ നമ്മുടെ മുമ്പുണ്ടായിരുന്ന മുനിമാരൊന്നും ഒന്നും കാണാതെയല്ല ഇതൊക്കെ വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അവർക്കൊരു ക്ഷമയും ഒരു സഹന ശക്തിയും. ഇന്നൊക്കെ നോക്കൂ, എത്ര പേരാണ് കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞിരിക്കുക, ജോലി തിരക്ക് കാരണം കുട്ടികൾ വേണ്ട, അങ്ങനെ എത്രയോ ഉള്ള കാര്യമാണ്. ജോലിയിൽ ഇപ്പൊ ചേർന്നേ ഉള്ളൂ, ഇപ്പൊ തന്നെ കുട്ടിയായ എങ്ങനെ പറ്റുക, ഇങ്ങനെയൊക്കെയുള്ള ഇപ്പൊ അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ചിന്താഗതികളൊക്കെ മാറാനും ഒരു ദിവസം ഭർത്താവുമൊത്ത് സന്തോഷമായിട്ടിരിക്കാനും അതുപോലെ നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവാനും ഒക്കെയാണ് നമ്മളിത് നോക്കുന്നത്. അപ്പൊ എല്ലാവരും അങ്ങനെ എല്ലാ മക്കൾക്കൊക്കെ അതൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ, അതുമാതിരി തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കങ്ങൾ ഇല്ലാതാവാൻ, ഡൈവേഴ്സ് അങ്ങനെയുള്ളതൊക്കെ ഇല്ലാതാവാനും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ അതിന് ഉപകരിക്കുന്നാണ് പറയുന്നത്. അപ്പോൾ തിരുവാതിര എല്ലാ അമ്മമാരാണ് ഇത് കേൾക്കുന്നതെങ്കിൽ എല്ലാ മക്കളെ കൊണ്ടും തിരുവാതിര എടുപ്പിക്കുക. അവരും എടുക്കുക. തദ്വാര മോക്ഷത്തിലേക്ക്, ശിവൻ ആരാണ്? മോക്ഷം തരുന്ന ആളാണ്. അങ്ങനെ കുറെ നോയമ്പുകളും വ്രതങ്ങളും എടുക്കുമ്പോൾ നമുക്ക് ഒടുവും മോക്ഷവും ഇതിലൂടെ ലഭിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും തിരുവാതിര വ്രതം എടുക്കുക. എല്ലാവർക്കും കല്യാണം കഴിയാത്തവർക്ക് കല്യാണം കഴിയട്ടെ എന്നും, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവട്ടെ, നല്ല കുട്ടികൾ ഉണ്ടാവട്ടെ എന്നും, അതുപോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ വളരെ സ്നേഹമാവട്ടെ, അതിനൊക്കെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.